കുശാൽ നഗർക്കടുത്തുള്ള കാവേരി നിസർഗധാമൊക്കെ കണ്ടു. ഇനി ഞാൻ എന്റെ അടുത്ത യാത്ര ടിബറ്റൻ സന്യാസിമാരും ബുദ്ധവിഹാരങ്ങളുമൊക്കെയുള്ള കർണാടകയിലെ ഒരു ടിബറ്റൻ ഗ്രാമത്തിലേക്കാണ്. ഇത് കൊടക് ജില്ലയിലെ കുശാൽ നഗറിനോടടുത്തുള്ള ബൈലക്കൊപ്പയിലാണ് ഉള്ളത്. ഇവിടേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ റോഡരികിലെല്ലാം ടിബറ്റൻ ഗ്രാമങ്ങളിലുള്ള അവരുടെ തനത് ശൈലിയിലുള്ള വീടുകളും അതിന്റെ മുറ്റങ്ങളിൽ ഒരുപാട് ഫ്ലാഗുകളും ഒക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്ന മെയിൻ കവാടത്തിലൂടെ ഇതിന്റെ അകത്തേക്ക് പോയാൽ ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ സന്യാസിമാരൊക്കെ താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഏകദേശം 65 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധ ആത്മീയ ഗുരു ദലൈലാമക്കൊപ്പം ഇന്ത്യയിലെത്തിയ ടിബറ്റൻ ജനത കുടിയേറിപ്പാർത്ത ഒരു ഗ്രാമമാണ് ബൈലക്കുപ്പ. ഇവിടെ ദലൈലാമക്കൊപ്പവും ശേഷവുമായി ഇന്ത്യയിലെത്തിയ നിരവധി ടിബറ്റൻ ജനതകളാണ് ഇവിടെ താമസിക്കുന്നത്. ബൈലക്കുപ്പ എന്ന സ്ഥലത്ത് എത്തിയത് മുതൽ ഇതുപോലെ പ്രത്യേക തരത്തിലുള്ള ടിബറ്റൻ വസ്ത്രമണിഞ്ഞ സന്യാസിമാരെ കാണാൻ തുടങ്ങിയതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ. ഏറ്റവും വലിയ ടെമ്പിളും ഇത് തന്നെയാണ്. ഇവരുടെ ആരാധനകളെല്ലാം നടക്കുന്നത് ഇതിന്റെ അകത്താണ്. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ അകത്തേക്ക് കയറി. ഇതിന്റെ അകത്ത് ഏത് ഭാഗത്ത് നോക്കിയാലും ഭിത്തിയിലൊക്കെ കുറെ പെയിന്റിങ്ങുകളും കുറെ ചിത്രങ്ങളും ഒക്കെ കാണാം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ആ കാണുന്ന 3 പ്രതിമകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടുത്തെ സന്യാസിമാർക്ക് ഇരുന്ന് അവരുടെ ഗ്രന്ഥം പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഇരിപ്പിടവും സജ്ജമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് താമസിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? 1959 ചൈന ആക്രമണം സഹിക്കാൻ വയ്യാതെ ടിബറ്റിൽ നിന്ന് രക്ഷ നേടാൻ വന്നവരാണ് അവർ. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് തണുപ്പുള്ള ഒരു സ്ഥലം ഇവർ ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഈ ബൈലക്കൊപ്പ എന്ന് പറയുന്ന സ്ഥലം അവർക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളിന്റെ ഏകദേശം 15 കിലോമീറ്റർ ചുറ്റളവിൽ ഫുൾ ഇവരാണ് താമസിക്കുന്നത്. അവർ അവരുടെ തനതായ ശൈലിയിൽ വീട് നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത് അവർ അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് കൊടക് യാത്ര തുടരുകയാണ്.